മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുമ്പ് 2 വീഡിയോകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അതിൽ ഒന്നാമത്തത് എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഫോം തെറ്റുകൂടാതെ പൂരിപ്പിക്കാം എന്നതിനെക്കുറിച്ചും, രണ്ടാമത്തത് നിങ്ങൾക്ക് +1 പ്രവേശന സമയത്ത് ലഭ്യമാകുന്ന ബോണസ് പോയിന്റുകളെ കുറിച്ചുമാണ്. ആ 2 വീഡിയോയുടെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് ആ ലിങ്ക് ഉപയോഗിച്ച് കാണാവുന്നതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 ആപ്ലിക്കേഷൻ ഫോമിൽ ഏറ്റവും അവസാനത്തെ ഭാഗം, അതായത് നിങ്ങൾക്കവിടെ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു കോളം കാണാം. ആ കോളം എങ്ങനെ പൂരിപ്പിക്കണം, അല്ലെങ്കിൽ ആ കോളം പൂരിപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അവിടെ കാണാം, അവിടെ നിങ്ങളോട് ചോദിക്കുന്നത് സ്കൂൾ കോഡും കോമ്പിനേഷൻ കോഡുകളും ആണ്. ഇത്തരത്തിൽ നിങ്ങൾ സ്കൂൾ കോഡും കോമ്പിനേഷൻ കോഡും എഴുതുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. നിങ്ങൾ ഈ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കാം. സാധാരണ 2 രീതിയിലാണ് നിങ്ങൾ കോമ്പിനേഷനുകൾ തിരഞ്ഞെടുക്കുന്നത്. ചിലർ സബ്ജക്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓപ്ഷനുകൾ എടുക്കുന്നത്. അതായത് എനിക്ക് സയൻസ് വേണം, അല്ലെങ്കിൽ കൊമേഴ്സ് വേണം, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് വേണം എന്ന് ആദ്യമേ തീരുമാനിക്കും. അതിനനുസരിച്ച് ഓപ്ഷനുകൾ കൊടുക്കാറാണ് പതിവ്. എന്നാൽ മറ്റു ചിലർ സ്കൂളിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓപ്ഷനുകൾ കൊടുക്കുന്നത്. എനിക്ക് ഏത് കോഴ്സായാലും കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു സ്കൂളിൽ തന്നെ എനിക്ക് അഡ്മിഷൻ വേണം എന്നുള്ള രീതിയിൽ കൊടുക്കുന്നവരും ഉണ്ട്. ഇത്തരത്തിലുള്ള 2 വിഭാഗക്കാരും ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ആദ്യത്തെ വിഭാഗം, അതായത് എനിക്ക് ഇന്ന കോഴ്സ് വേണം, അതായത് സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ്, ഈ കോഴ്സുകൾ വേണം എന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് ആ കോഴ്സുള്ള നിങ്ങളുടെ പരിസരങ്ങളിലുള്ള സ്കൂളുകളുടെ കോഡാണ് ആദ്യം എഴുതേണ്ടത്. അതിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സ്കൂൾ ഏതാണോ അത് ഒന്നാമതായി എഴുതുക. നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനായി ആ ഒരു സ്കൂൾ എഴുതുക. അതിനുശേഷം മാത്രം രണ്ടാമത്തെ സ്കൂൾ, നിങ്ങൾക്ക് പോയി വരാൻ സൗകര്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂൾ, രണ്ടാമത്തെ സ്കൂൾ എഴുതുക. അതിനുശേഷം മാത്രം മൂന്നാമത്തെ എഴുതുക. ഇത്തരത്തിലായിരിക്കണം നിങ്ങൾ പൂരിപ്പിക്കേണ്ടത്. അതിൽ തന്നെ എഴുതുന്ന സമയത്ത് സ്കൂൾ കോഡ് തെറ്റിപ്പോവാതിരിക്കാനും വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ ആദ്യത്തെ ഒരു 5 ഓപ്ഷനുകൾ വളരെ കൃത്യമായിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ളത് ഈ ഒരു ആദ്യത്തെ 5 ഓപ്ഷനുകളിലാണ്. ആ ഒരു 5 ഓപ്ഷൻ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള, നിങ്ങൾക്ക് പോയി വരാൻ സൗകര്യമുള്ള സ്കൂളുകൾ തന്നെയായിരിക്കണം കൊടുക്കേണ്ടത്. ആ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം ഏതാണോ, സയൻസ് ആണെങ്കിൽ സയൻസ്, അല്ലെങ്കിൽ കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹ്യൂമാനിറ്റീസ്, ഇതിൻ്റെ കോഴ്സ് കോഡ് നിങ്ങൾക്ക് ആ ഒരു പ്രോസ്പെക്ടസും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഉള്ള ആ ഒരു ഡോക്യുമെൻസിൽ നിന്ന് ലഭ്യമാവും. ആ ഒരു കോഡും വളരെ കൃത്യമായി നിങ്ങൾ കോമ്പിനേഷൻ കോഡ് എന്നുള്ള ഭാഗത്ത് എൻ്റർ ചെയ്യേണ്ടതാണ്. എന്നാൽ രണ്ടാമത്തെ വിഭാഗക്കാർ, അതായത് എനിക്ക് ഈ ഒരു സ്കൂളിൽ തന്നെ അഡ്മിഷൻ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് ആ ഒരു സ്കൂളിൽ തന്നെയുള്ള കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതിനായി നിങ്ങൾക്ക് ഒരു സ്കൂളിൽ തന്നെയുള്ള ഒന്നിലധികം കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയിൽ പലരും ചോദിച്ച ഒരു കാര്യമാണ്, ഒരു സ്കൂളിൽ തന്നെ ഒന്നിലധികം കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാമോ, അതായത് അവിടെ തന്നെ സയൻസ്, അവിടെ തന്നെ കൊമേഴ്സ്, അവിടെ തന്നെ ഹ്യൂമാനിറ്റീസ് എന്നിങ്ങനെ അപ്ലൈ ചെയ്യാമോ എന്നുള്ള രീതി. പക്ഷേ അതിന് ഒരു കുഴപ്പവുമില്ല. ഒരു സ്കൂളിൽ തന്നെ അവിടെ ലഭ്യമായ കോഴ്സുകൾ ഉണ്ടെങ്കിൽ ഒന്നിലധികം കോഴ്സുകൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ ആഗ്രഹിക്കുന്നവർ ആ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം വേണ്ടത്, ഇപ്പോൾ കൊമേഴ്സ് ആണെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ കൊമേഴ്സിന് കൊടുക്കുക. രണ്ടാമതായാണ് നിങ്ങൾ സയൻസിന് ആഗ്രഹിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ സയൻസിന് കൊടുക്കുക. മൂന്നാമതായി നിങ്ങൾ ഹ്യൂമാനിറ്റീസ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ ഹ്യൂമാനിറ്റീസിന് കൊടുക്കുക. ആ 3 ഓപ്ഷനുകളും നിങ്ങൾ ഒരേ സ്കൂളിൽ തന്നെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഇത്തരത്തിൽ നിങ്ങൾക്ക് രണ്ടാമതായി നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിലും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നുള്ള രീതിയിൽ തന്നെ ഓപ്ഷനുകൾ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നത്. വളരെ കൃത്യമായിട്ടായിരിക്കണം ഈ ഒരു സ്കൂൾ കോഡും കോമ്പിനേഷൻ കോഡും എഴുതേണ്ടത്. കാരണം ഈ ഒരു കോഡിലെ ഒരക്കം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ അഡ്മിഷനിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ആ ഒരു കാര്യം സൂക്ഷിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ചിലർക്കുള്ളൊരു സംശയമാണ്, എനിക്ക് ഗ്രേഡ് കുറവാണ്, അതുകൊണ്ട് ഈ ഒരു സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുമോ? അത്തരത്തിലുള്ള ആളുകൾ ചെയ്യേണ്ടത്, എല്ലാവരും കൊടുക്കുന്ന സ്കൂളിൽ സീറ്റിന് ക്ഷാമമുണ്ടോ, അല്ലെങ്കിൽ അവിടെ സീറ്റ് കിട്ടാത്ത പ്രശ്നമുണ്ടാവും. അത്തരത്തിലുള്ള ആളുകൾ ചെയ്യേണ്ടത്, സാധാരണ അപ്ലിക്കേഷൻ കുറവ് വരാൻ സാധ്യതയുള്ള സ്കൂളിലായിരിക്കണം അവർ ആദ്യം കൊടുക്കേണ്ടത്. നിങ്ങളുടെ താല്പര്യം മറ്റൊരു സ്കൂളിലായിരിക്കും, എങ്കിലും നിങ്ങൾക്ക് ഗ്രേഡ് വളരെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചോളണം എന്ന് നിർബന്ധം ഇല്ല. അങ്ങനെയുള്ള ആളുകൾ
തിരക്ക് കുറവുള്ള അല്ലെങ്കിൽ അപ്ലിക്കേഷൻ കുറവ് വരുന്ന സ്കൂളിലും ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല കൃത്യതയോടെ ചെയ്യേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ യാതൊരു ഐഡിയയും ഇല്ലെങ്കിൽ ഇതുമായി ബന്ധമുള്ള ആരെങ്കിലുടെയും സഹായം നിങ്ങൾ തേടേണ്ടതാണ്. വളരെ കൃത്യമായി ആപ്ലിക്കേഷൻ കൊടുക്കാനും ശ്രദ്ധിക്കുക. ഇനി +1 അപേക്ഷാ ഫോറം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നതിനെക്കുറിച്ചും +1 അപേക്ഷാ സമയത്ത് നിങ്ങൾക്ക് ഏതൊക്കെ ബോണസ് പോയിന്റുകൾ ലഭിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ചുമുള്ള വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തതാണ്. ആ ഒരു വീഡിയോ കാണാത്തവർക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഇവിടെ നിങ്ങൾക്ക് എൻഡ് സ്ക്രീനായിട്ടും കാണാവുന്നതാണ്.